രാഖി, ഭജൻ ക്ലബിങ്ങിന്റെ കാലമാണ്. പ്രധാനമന്ത്രി മോദിജി വരെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു പുതിയ ട്രെൻഡ് വളർന്നു വരുന്നു. രാജ്യമൊട്ടാകെ നല്ല ഭജൻസ് കണ്ട് യുവതലമുറ ആകർഷിക്കപ്പെടുന്നു. വലിയൊരു പങ്ക് ഇതിൽ ജനൻ TV വഹിച്ചു എന്ന് ഒട്ടും അഹങ്കാരമില്ലാതെ പൊങ്ങച്ചമില്ലാതെ പറയാം. നന്ദഗോവിന്ദം ഭജൻസ് നമ്മൾ അവതരിപ്പിച്ചു. തുടർന്ന് ഭജനാമൃതം എന്നുള്ള പരിപാടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലോകമെമ്പാടും നിന്നും, തെളിച്ചു പറയാൻ ലോകമെമ്പാടും നിന്നുള്ള ഭജനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഭജനകൾ ജനൻ TVയിൽ കാണാൻ കഴിയും. പക്ഷെ മറ്റൊരു ഭജനയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക്. ആധ്യാത്മിക വിഷയങ്ങളിൽ പുതുതലമുറയ്ക്ക് താല്പര്യം വളർത്താൻ കീർത്തനങ്ങളുമായി വീട്ടമ്മമാരുടെ ഭജൻ സംഘം. എറണാകുളം എളമക്കര ശ്രീശങ്കര സത്സംഗ സമിതിയുടെ ശ്രീശങ്കര ഭജൻസ് ആണ് വ്യത്യസ്ത ശൈലിയിൽ കീർത്തനാലാപനവുമായി ക്ഷേത്രങ്ങളിൽ സജീവമാകുന്നത്. ഈ ഭജന വാർത്തയോടുകൂടി ഇന്നത്തെ പുത്തൻപുലരിക്ക് സമാപനമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്തേ. നമസ്തേ. ഭക്തിഗാനങ്ങളുമായി പുതുതലമുറയെ കൂടി കയ്യിലെടുക്കാൻ മത്സരിക്കുകയാണ് ഭജൻസ് ഗ്രൂപ്പുകൾ. സാധാരണ ഭജൻ രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കീർത്തനങ്ങൾ പുതിയ തലമുറയെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ വേദിയിൽ അവതരിപ്പിക്കുന്നതിനായി വനിതകൾക്ക് പ്രാധാന്യം നൽകി 3 വർഷം മുമ്പാണ് ശ്രീശങ്കര ഭജൻസിന്റെ തുടക്കം. ശങ്കര സംഘ സമിതിയുടെ പോഷക സംഘടനയായ ശങ്കര ഭജൻസ് ഇതിനോടകം 28 സ്റ്റേജുകളിൽ ഭജന അവതരിപ്പിച്ചിട്ടുണ്ട്. ഭജനാമൃതം എന്നാണ് നമ്മൾ ആ പരിപാടിക്ക് പേരിട്ടിട്ടുള്ളത്. ഇന്ന് 29ാമത്തെ സ്റ്റേജാണ് ഈ തിരുസന്നിധിയിൽ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ആധ്യാത്മികവും ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള പരിപാടികളും ആയിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പുതിയ ജനറേഷൻ ഈ ആധ്യാത്മിക രംഗങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരെ കൂടി കൂടുതൽ, പുതിയ ജനറേഷനെ കൂടി കൂടുതൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം അതുകൊണ്ട് കണക്കിലെടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഇത് ആരംഭിച്ചത്. അത് കുറച്ച് 3 വർഷത്തിലേറെയായി ഇപ്പോൾ ഈ ഭജന ആരംഭിച്ച് ഞങ്ങൾ തുടങ്ങിയിട്ട്. 29 വേദികൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹൈന്ദവ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്ന് വലിയ പിന്തുണയാണ് വീട്ടമ്മമാരുടെ ഈ സംഘത്തിന് ലഭിക്കുന്നത്. 40 മുതൽ 75 വയസ്സുവരെയുള്ള 17 സ്ത്രീകൾ ഉൾപ്പെടെ 20 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗുരുവായൂരിലടക്കം പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ശ്രീശങ്കര ഭജൻസ് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.